Hi, all of you, welcome to School Media channel. Today we are discussing the first chapter in 9th geography, in the class 9th geography. The name of the first chapter is Sun, the Ultimate Source. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്കൂൾ മീഡിയ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഇതാണ്, സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. സണ്ണാണ്, സൂര്യനാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ മെയിൻ. ഈ ചാപ്റ്ററിൽ മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അബൌട്ട് ദ സൺ, സൂര്യനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യം പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ഇൻസുലേഷൻ. ഇൻസുലേഷൻ എന്താണ് ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ അതിന് മലയാളം നമ്മൾ അതിനെ സൗരവികിരണം എന്ന് വിളിക്കും. ദ ഇൻസുലേഷൻ ദാറ്റ് മീൻസ് ദ സോളാർ എനർജി റീച്ചസ് the earth in the form of short waves, that is insolation. One more time, the insolation that means the solar energy reaches earth in the form of short waves. ചെറിയ തരംഗങ്ങളായി സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശം അല്ലെങ്കിൽ സൂര്യപ്രകാശം ചെറിയ തരംഗങ്ങളായി ഭൂമിയുടെ മേൽ പതിക്കുന്നു. ഈ സൂര്യപ്രകാശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസുലേഷൻ. ദിസ് ഈസ് ദ ഷോർട്ട് വേവ്സ് ദാറ്റ് റീച്ചസ് ഓൺ ദി എർത്ത് സർഫേസ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ദാറ്റ് ഈസ് ഇൻസുലേഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൗരവികിരണം എന്ന് മലയാളത്തിൽ വിളിക്കും. അതായത് സൂര്യപ്രകാശം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ഇങ്ങനെ വരികയാണ്. ഈ വരുന്ന മുഴുവൻ കിരണങ്ങളെയും നമ്മൾ സൗരവികിരണം എന്നാണ് വിളിക്കുക. ഇത് എങ്ങനെയാണ് വരുന്നത് അറിയോ? ചെറിയ വേവ്സ് ആയിട്ടാണ്, ഷോർട്ട് വേവ്സ്, ചെറിയ വേവ്സ് ആയിട്ടാണ് ഇത് വരുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻസുലേഷൻ. വൺ മോർ ടൈം, ഇൻസുലേഷൻ ദാറ്റ് മീൻസ് ദ സോളാർ എനർജി ദാറ്റ് റീച്ചസ് the earth in the form of short waves. ചെറിയ തരംഗങ്ങളായി അത് ഭൂമിയിലേക്ക് വരുമ്പോൾ ആ ചെറിയ പ്രകാശത്തിൽ, ആ തരംഗ രൂപത്തിലുള്ള ആ പ്രകാശത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദാറ്റ് ഈസ് ഇൻസുലേഷൻ. അപ്പോൾ അങ്ങനെ ഈ സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നു. The short waves that reaches on the earth's surface, then after the earth becomes heated up. എന്നിട്ട് അതിനുശേഷം ഇത് ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക അറിയോ? ഈ ഭൂമി അല്ലെങ്കിൽ അന്തരീക്ഷം എന്ത് ചെയ്യും? ചൂട് പിടിക്കാൻ തുടങ്ങും. അങ്ങനെ ഈ ചൂട് പിടിക്കുന്ന ആ പ്രോസസ്സിനെ, ദ പ്രോസസ് ദാറ്റ് ദ എർത്ത് ആൻഡ് അറ്റ്മോസ്ഫിയർ ദാറ്റ് ബിക്കംസ് ഹീറ്റ് അപ്പ്, ദിസ് പ്രോസസ് ഈസ് കോൾഡ് പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പൊ അങ്ങനെ ഈ സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുകയും നമ്മുടെ ഭൂമിയും അന്തരീക്ഷവും ചൂട് പിടിക്കാൻ തുടങ്ങും. The earth and its atmosphere that becomes heated up, this process is called process of heat transfer in the atmosphere. അങ്ങനെ അന്തരീക്ഷം ചൂട് പിടിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഈ താപം, അന്തരീക്ഷം, അതായത് ഇതാണ് പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദി അറ്റ്മോസ്ഫിയർ. അതിൻ്റെ മലയാളം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അന്തരീക്ഷം ഇങ്ങനെ ചൂട് പിടിക്കുന്ന ഈ സംഭവത്തെ വിളിക്കുന്ന പേരാണ് പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദി അറ്റ്മോസ്ഫിയർ. നമ്മുടെ അന്തരീക്ഷം അങ്ങനെ ഇൻസുലേഷൻ ഭൂമിയിലെത്തുന്നു. അങ്ങനെ നമ്മുടെ അന്തരീക്ഷം ചൂട് പിടിക്കുന്നു. അങ്ങനെ നമ്മുടെ അന്തരീക്ഷം ചൂട് പിടിക്കുന്നത് പ്രധാനമായിട്ടും 4 രീതിയിലാണ്. The four means our atmosphere that becomes heated up. And let us discuss what are the 4 means that our atmosphere heated up.
എങ്ങനെയാണ് നമ്മുടെ അന്തരീക്ഷം ചൂട് പിടിക്കുന്ന 4 രീതികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അന്തരീക്ഷം ചൂട് പിടിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരെന്താ? പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷം ചൂട് പിടിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണത്. പ്രധാനമായിട്ടും അന്തരീക്ഷം 4 രീതിയിലാണ് ചൂട് പിടിക്കുക. അപ്പൊ നമുക്കൊക്കെ വി ക്യാൻ എക്സ്പീരിയൻസ് ദ ഹോട്ട്നെസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. നമുക്ക് അന്തരീക്ഷത്തിന്റെ ആ ഹോട്ട്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ഫീൽ ചെയ്യുന്നത്? അന്തരീക്ഷം ചൂട് പിടിക്കുന്നതുകൊണ്ട്. അപ്പോൾ അന്തരീക്ഷം ചൂട് പിടിക്കുന്നത് 4 രീതിയിലാണ്. ദ അറ്റ്മോസ്ഫിയർ ദാറ്റ് ബിക്കംസ് ഹീറ്റ് ത്രൂ 4 means. Let us discuss what are the means that led our atmosphere and its temperature. നോക്കാം ഏതൊക്കെയാണ് നോക്കാം. ഒന്നാണ് കണ്ടക്ഷൻ. The first one is conduction. ഒന്നാമത്തെ ഏതാണ്? കണ്ടക്ഷൻ ആണ്. എന്താണ് ഈ കണ്ടക്ഷൻ നോക്കാം. When the insulation that reaches on the earth's surface, the atmosphere that is situate very closer to the earth, that becomes heats. That is conduction. ഇതിൽ മനസ്സിലായോ? കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സൂര്യപ്രകാശം ഭൂമിയിലെത്തിയിട്ട് ദ അറ്റ്മോസ്ഫിയർ വെരി ക്ലോസർ ടു ദി എർത്ത്. ഇപ്പൊ ഞാൻ ഈ നിൽക്കുന്ന അറ്റ്മോസ്ഫിയർ ആണ്. ദിസ് ഇസ് അറ്റ്മോസ്ഫിയർ ആൻഡ് ഈ റൂഫില്ലേ, ഇതിന്റെ റൂഫുണ്ട്, ഇതൊക്കെ അറ്റ്മോസ്ഫിയർ ആണ്. ഓൾ ഓഫ് ദിസ് പാർട്ട്, ദിസ് ഇസ് ദ പാർട്ട് ഓഫ് അറ്റ്മോസ്ഫിയർ. ബട്ട് നിങ്ങൾ ഈ കാല് വെക്കുമ്പോൾ നിങ്ങളുടെ ആ ഫൂട്ട് ഉണ്ടല്ലോ, ആ ഫൂട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഇത്, അതാണ് the region and this is the atmosphere very closer to the earth. ഭൂമിയോട് വളരെ അടുത്ത് കിടക്കുന്ന അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് region, the atmosphere very closer to the earth. അപ്പോൾ ഭൂമിയോട് അടുത്ത് കിടക്കുന്ന വായുമണ്ഡലം, അതിനാണ് നമ്മൾ എന്ത് വിളിക്കാം? ക്ലോസർ അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെ ഇതിങ്ങനെ ചൂടാവും. അത് the closer atmosphere that becomes heated. അപ്പോൾ അങ്ങനെ ആ തൊട്ട് അടുത്ത് കിടക്കുന്ന, ഭൂമിയോട് അടുത്ത് കിടക്കുന്ന ആ പ്രതലം ഉണ്ടല്ലോ, ആ പ്രതലം ചൂട് പിടിക്കും. അതിനിപ്പോൾ നമ്മൾ ഇങ്ങനെ കാല് വെക്കുകയാണെങ്കിൽ നമ്മൾ ഞെരിയാണിയുടെ ഒക്കെ അതുവരെ ചൂട് പിടിക്കും. അങ്ങനെ അന്തരീക്ഷം ചൂടാവുന്നതിനെയാണ് നമ്മൾ വിളിക്കുക കണ്ടക്ഷൻ. എനിക്കിപ്പോൾ ഇവിടുന്ന് ചൂട് അനുഭവപ്പെട്ടു. എൻ്റെ കൈ ഇങ്ങനെ വെച്ചപ്പോൾ ഇവിടെ ഒരു അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ എനിക്ക് ഫീൽ ചെയ്തു, എക്സ്പീരിയൻസ് ചെയ്തു. ദാറ്റ് ഈസ് നോട്ട് കണ്ടക്ഷൻ. അത് കണ്ടക്ഷൻ അല്ല. കാരണം എന്താ? വെരി ക്ലോസർ atmosphere, the atmosphere that very closer to the earth, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കണ്ടക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ അവിടെ ചൂടാവുമ്പോൾ കണ്ടക്ഷൻ. അപ്പോൾ ഞാൻ കാല് വെച്ചപ്പോൾ എൻ്റെ കാലിൻ്റെ അവിടെ ചൂട് പിടിച്ചു. ദാറ്റ് ഈസ് കണ്ടക്ഷൻ. അതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് വിളിക്കുക. Through the conduction, it is the process of heat transfer in the atmosphere. Through the conduction, the closer atmosphere towards the earth that becomes heats. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കണ്ടക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഭൂമിയോട് തൊട്ട് കിടക്കുന്ന അന്തരീക്ഷ പാളി അത് അന്തരീക്ഷം ചൂട് പിടിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കണ്ടക്ഷൻ. ദ നെക്സ്റ്റ് വൺ ഈസ് കൺവെക്ഷൻ. കൺവെക്ഷൻ ദാറ്റ് മീൻസ് the air that becomes heated and rises. The air that becomes heated and rises up. അന്തരീക്ഷം എന്ത് ചെയ്യുന്നറിയോ? അവിടെയുള്ള വായു ചൂട് പിടിക്കും. എന്നിട്ട് ആ വായു ചൂട് പിടിച്ചിട്ട് ആ വായു എന്താ? ദാറ്റ് റൈസസ് അപ്പ്. ആ വായു ഇങ്ങനെ ഉയർന്നു പൊങ്ങും. ആ ഉയർന്നു പൊങ്ങുമ്പോൾ അത് ഏതൊക്കെ പ്രതലത്തിലൂടെ സഞ്ചരിക്കുന്നുവോ ആ പ്രതലം മുഴുവൻ ചൂട് പിടിക്കുന്നു. അതായത് ചൂട് പിടിച്ച വായു, ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നപ്പോൾ ഈ കണ്ടക്ഷനിലൂടെ താഴത്തുള്ള വായു ചൂട് പിടിച്ചു. ആ വായു ചൂട് പിടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ദാറ്റ് റൈസസ് അപ്പ്. അപ്പോൾ അതിങ്ങനെ ഉയർന്നു പൊങ്ങും. അത് ഈ അറ്റ്മോസ്ഫിയർ പ്രഷറുമായി ബന്ധപ്പെട്ട അത് നമുക്കിപ്പോൾ പഠിക്കണ്ട. അപ്പോൾ അതിങ്ങനെ ഉയർന്നു പൊങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാറിയോ? അപ്പോൾ അത് പാസ് ചെയ്യുന്ന ദ റീജിയൻ വിച്ച് പാസസ് ദി എയർ, ആ എയർ പാസ് ചെയ്യുന്ന പ്രദേശങ്ങൾ മുഴുവൻ എന്ത് ചെയ്യും? ചൂട് പിടിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ. ദിസ് ഇസ് ദ സെക്കൻഡ് മെത്തേഡ് ദാറ്റ് അവർ അറ്റ്മോസ്ഫിയർ ദാറ്റ് ബിക്കംസ് ഹീറ്റഡ്. അപ്പോൾ നമ്മൾ അന്തരീക്ഷം ചൂട് പിടിക്കാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ് ഇത് കൺവെക്ഷൻ. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ ഹീറ്റഡ് എയർ ദാറ്റ് എക്സ്പാൻസ് ആൻഡ് റൈസസ് അപ്പ്. അങ്ങനെ ചൂട് പിടിച്ച വായു എന്ത് ചെയ്യുന്നറിയോ? അതിങ്ങനെ വ്യാപിക്കുകയും ഇങ്ങനെ ഉയർന്നു പോകുകയും ചെയ്യും. അപ്പോൾ ഈ ഉയർന്നു പോകുന്ന പ്രതലത്തൊക്കെ എന്ത് ചെയ്യും? ചൂടുണ്ടാവും. അങ്ങനെ നമ്മുടെ അറ്റ്മോസ്ഫിയർ ചൂട് പിടിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ. ദിസ് ഇസ് ദ സെക്കൻഡ് മെത്തേഡ് ദാറ്റ് അവർ അറ്റ്മോസ്ഫിയർ ദാറ്റ് ബിക്കംസ് ഹീറ്റഡ് അപ്പ്.
അങ്ങനെ നമ്മുടെ അന്തരീക്ഷം ചൂട് പിടിക്കുന്ന രണ്ടാമത്തെ മെത്തേഡാണ് കൺവെക്ഷൻ. ഇനി നമ്മൾ അതിൻ്റെ മൂന്നാമത്തെ ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സാണ് പഠിക്കാൻ പോകുന്നത്. നോക്കാം. തേർഡ് വൺ ഈസ് അഡ്വെക്ഷൻ. Advection, that means the horizontal transfer of heat by the wind. അതായത് നമ്മളിപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ of the heat. There is a horizontal transfer of the heat from one place to another place that is assisted by the wind. അപ്പോൾ ഇതിനെ സഹായിക്കുന്ന ആരാണ്? വിൻഡ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നന്നായിട്ട് ചൂട് പിടിച്ചു. ഇപ്പോൾ ഇവിടെ നല്ല ചൂട്, എന്തോ കാരണം ഒക്കെ നമ്മൾ കാരണമൊക്കെ പിന്നീട് ചർച്ച ചെയ്യും കേട്ടോ. ചൂട് എന്താണോ ചില പ്രത്യേക സ്ഥലങ്ങളിൽ കൂടുതൽ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. അപ്പോൾ ഇവിടെ അല്ല. അപ്പോൾ ഇവിടെ നല്ലോണം ചൂട് പിടിച്ചു. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സർഫേസിൽ നന്നായിട്ട് ചൂട് പിടിച്ചു. സഡൻലി എ വിൻഡ് ദാറ്റ് ബ്ലോയിങ് ഫ്രം through this region, when the time the heated air that transfer from here and goes towards the another place. അപ്പോൾ ഇവിടുന്ന് അത് വേറെ സ്ഥലത്തേക്കാണ് പോയി by the wind, that is called advection. The horizontal transfer of the heat from one place to another place with the help of wind, that is called advection. അപ്പോൾ ചൂട് പിടിക്കാൻ എങ്ങനെ അറിയോ? ഇവിടെ നല്ല ചൂടുണ്ട്, പെട്ടെന്ന് കാറ്റ് വരുന്നു. അല്ലെങ്കിൽ ഇവിടെ എന്താണ്, നല്ല മരുഭൂമിയാണ്, പെട്ടെന്ന് കാറ്റ് വരുന്നു. എന്നിട്ട് ഇവിടുന്ന് ചൂട് നേരെ പോയിട്ട്, ഇപ്പോൾ ഗൾഫിലൊക്കെ നന്നായിട്ട് സംഭവം ഉണ്ടാവാറ്, ചൂട് കാറ്റ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, നേരെ ആ ചൂട് വേറെ സ്ഥലത്ത് പോയി അവിടെയൊക്കെ ചൂട് പിടിച്ചു. This method of the process of heat in the transfer of the process of heat in the atmosphere, that is called advection, from one place to another place with the help of wind. Okay, that is advection. The next one, terrestrial radiation. This is the fourth method of the process of the heat transfer in the atmosphere, that is terrestrial radiation. Let us discuss what is terrestrial radiation. എന്താണ് terrestrial radiation നോക്കാം, ശ്രദ്ധിച്ചോളൂ. The insolation that reaches on the earth's surface, then after reflected, then goes towards the outer space. അതായത് ചൂട് ഇങ്ങനെ സൂര്യപ്രകാശം നേരിട്ട് ഭൂമിയിൽ ഇങ്ങനെ പതിച്ചു. ഷോർട്ട് വേവ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതായത് ഇൻസുലേഷൻ. ദ ഇൻസുലേഷൻ ദാറ്റ് റീച്ചസ് ഓൺ ദി എർത്ത് സർഫേസ്, ഈ ഇൻസുലേഷൻ ഭൂമിയിലെത്തി. ദെൻ ആഫ്റ്റർ ദാറ്റ് റിഫ്ലക്റ്റഡ് ദെൻ ഗോസ് ടുവാർഡ്സ് ദി ഔട്ടർ സ്പേസ്. എന്നിട്ട് എന്ത് ചെയ്യുകയാണെന്നറിയോ, അതിങ്ങനെ പ്രതിഫലിക്കണം. റിഫ്ലക്റ്റ് ചെയ്തു, എന്നിട്ട് നേരാണ്ട് പോയി എവിടേക്കെന്നറിയോ, ഔട്ടർ സ്പേസിലേക്ക് പോയി. അപ്പോൾ ഈ പോകുന്ന സ്ഥലത്തൊക്കെ ചെറുതായിട്ടെങ്കിലും അറ്റ്മോസ്ഫിയർ എന്താവും, ഹീറ്റ് ആവും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ദിസ് ഇസ് ദ ഫോർത്ത് മെത്തേഡ് ബൈ വിച്ച് അവർ അറ്റ്മോസ്ഫിയർ ദാറ്റ് ബിക്കംസ് ഹീറ്റഡ് അപ്പ്. നമ്മൾ അന്തരീക്ഷം ചൂട് പിടിക്കുന്നതിനുള്ള നാലാമത്തെ മെത്തേഡാണ്. മനസ്സിലായോ? അപ്പോൾ ദ ഫസ്റ്റ് വൺ, അന്തരീക്ഷം എങ്ങനെയാണ് ചൂട് പിടിക്കുക? ദ പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ദാറ്റ് വി ക്യാൻ ക്ലാസിഫൈ ഇറ്റ് ടു ഫോർ. വാട്ട് ഈസ് ദ ഫസ്റ്റ് വൺ? കണ്ടക്ഷൻ. The closer atmosphere, the very closer atmosphere to the earth that becomes heated up, this is conduction. And the convection, the heated air that expands and rises up, that is convection. The third one, advection. What is advection? Advection is the transfer of heat from one place to another place with the support of wind, that is advection. Then terrestrial radiation, this is the fourth method by which our atmosphere that becomes heated up. നമ്മുടെ അന്തരീക്ഷം ചൂട് പിടിക്കാൻ കാരണമായ നാലാമത്തെ മെത്തേഡാണ് terrestrial radiation. It is very simple. The insolation that reaches on the air surface, then after it reflected, then goes towards the outer space, that is called terrestrial radiation. Okay, അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഇൻസുലേഷൻ പഠിച്ചു. Then the four means that the process of heat transfer in the atmosphere. Okay, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഹീറ്റ് ബജറ്റ്. എന്താണ് ഹീറ്റ് ബജറ്റ് നോക്കാം, ശ്രദ്ധിക്കുക. ഹീറ്റ് ബജറ്റ് is the balance between insolation and terrestrial radiation. സൂര്യനിൽ നിന്ന് എത്ര പ്രകാശം ഭൂമിയിലേക്ക് വരുന്നു, അത് എത്ര ഭൂമി വിനിയോഗിക്കുന്നു, വിനിയോഗിക്കാതെ എത്ര നഷ്ടപ്പെടുത്തുന്നു,
ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹീറ്റ് ബഡ്ജറ്റ്. ഇറ്റ് ഈസ് ദ ബാലൻസ് ബിറ്റ്വീൻ insolation and terrestrial radiation and the usage and the consumption of the insolation by the atmosphere. ഇതാണ് സംഭവം. അപ്പോൾ എത്ര സൂര്യനിൽ നിന്ന് എത്ര ഭൗമ വികിരണം ഇൻസൊലേഷൻ ഭൂമിയിലേക്ക് വരുന്നു, നമ്മൾ അതിൽ എത്ര യൂസ് ചെയ്യുന്നു, അതായത് നമ്മൾ അതിന് എത്ര എഫക്റ്റീവായിട്ട് നമുക്ക് ലഭിക്കുന്നു, എത്ര നമുക്ക് വേസ്റ്റ് ആവുന്നു, എത്ര ഔട്ടർ സ്പേസിലേക്ക് ഗോസ് ബാക്ക് ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ഹീറ്റ് ബഡ്ജറ്റ്. ഇപ്പോൾ നമ്മളൊരു വീടിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയാൻ എന്താ പറയുക? ഒരു വീടിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ അവിടുത്തെ ഗൃഹനാഥന് 1 കോടി രൂപ ഒരു വർഷത്തിൽ വരുമാനം. ജസ്റ്റ് ഇമാജിൻ, അയാൾ 75 ലക്ഷം രൂപ ചെലവഴിക്കുന്നു, ബാക്കി 25 ലക്ഷം രൂപ എന്ത് ചെയ്യുന്നു? അയാൾ മാറ്റിവെക്കുന്നു. ദാറ്റ് ഈസ് ദ ബഡ്ജറ്റ് ഓഫ് എൻ ഹൗസ്. ഒരു വീടിൻ്റെ ഒരു ബഡ്ജറ്റാണത്. ദാറ്റ് ഈസ് ദ ബഡ്ജറ്റ്. അപ്പോൾ ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ഇൻസൊലേഷൻ ഭൂമിയിലേക്ക് വരുന്നു, എത്ര ഇൻസുലേഷൻ, അതായത് എത്ര ഇൻസുലേഷൻ ഭൂമിയിലേക്ക് എത്തുന്നു, അത് നമ്മൾ എത്ര കൺസ്യൂം ചെയ്യുന്നു, നമ്മൾ അത് എത്ര എന്ത് ചെയ്യുന്നു, നമ്മൾ അത് എത്ര സ്പോയിൽ ചെയ്യുന്നു, അതായത് അറ്റ്മോസ്ഫിയർ അതിനെ എത്ര യൂട്ടിലൈസ് ചെയ്യാതെ വെറുതെ വിടുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹീറ്റ് ബഡ്ജറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. ടോട്ടലി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? The insolation towards the earth that we can assume 100%. ഭൂമിയിലേക്ക് വരുന്ന സൂര്യപ്രകാശത്തെ നമുക്ക് 100% കണക്കാക്കാം. ഭൂമിയുടെ നേരെ വരുന്ന സൂര്യൻ്റെ 100% സൂര്യപ്രകാശവും ഭൂമിയിലേക്ക് അല്ലട്ട് വരുന്നു, വേറെയുള്ള ഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദ ഇൻസുലേഷൻ towards the earth that we can assume 100%. ഭൂമിയിലേക്ക് വരുന്നതിനെ നമുക്ക് 100% അസ്യൂം ചെയ്യാം, 100% കാണാം. അതിൽ 51% that is absorbed by the earth. That is absorbed by the earth. Absorbed by earth. And reaches on the air surface. എത്ര? Only 51% that is reaches on the air surface. On the earth surface. ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എഴുതിയതാണ്. എർത്ത് സർഫേസ്. ടോട്ടൽ എത്രയാണ്? 100% of the insulation that's towards the earth. Not about the total insulation of the earth. അതായത് ഭൂമിയിൽ നിന്ന് not about the total radiation of the earth. 100% ഭൂമിയിലേക്ക് വരുന്നതിനെ നമുക്ക് 100% ആക്കി മാറ്റാന്നുള്ളൂ. അല്ലാതെ മൊത്തം ഈ സണ്ണിൻ്റെ പ്രകാശം ഭൂമിയിലേക്ക് 100% അല്ല വരുന്നത്. അതൊന്നും വരുന്നില്ല, അത്രയൊന്നും വരില്ല കേട്ടോ. എന്നാൽ ഭൂമിയിലേക്ക് വരുന്നതിനെ നമുക്ക് 100% അസ്യൂം ചെയ്യാം. അങ്ങനെ ഭൂമിയിലേക്ക് വരുന്നതിനെ 100% അസ്യൂം ചെയ്യുന്നു. The 51% that is absorbed by the earth or reaches on the earth surface. അതിനകത്ത് 51% എവിടേക്ക് എത്തുന്നു? ഭൂമിയിലേക്ക് എത്തുന്നു. ഭൂമി പിടിച്ചു വെക്കും. ഓക്കെ. The remaining 35% that is reflected by the 35% that is reflected by the atmosphere. So that may be dust particles and clouds. Okay. 35%. അതിലേക്ക് എത്തുന്ന 35% എത്ര അറിയോ? 100 നമ്മൾ ഇതിലേക്ക് വരുന്നു എന്ന് നമ്മൾ പറയുന്നു. അതിൽ ഭൂമിയിൽ ആകെ എത്തുന്നത് എത്രയേ ഉള്ളൂ? 51%. ഭൂമിയിലേക്ക് 100ൽ 51 മാത്രമേ ഭൂമിയിലേക്ക് എത്തുന്നുള്ളൂ. ബാക്കി 35 എന്താ സംഭവിക്കുന്നത്? ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ബൈ ദി അറ്റ്മോസ്ഫിയർ ഓർ ദി ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് ദി ക്ലൗഡ്സ്. അങ്ങനെ 35%, മൊത്തം 100% ഭൂമിയുടെ നേരെ വരുന്നത് 100%. വേറെയുള്ളതൊന്നും നോക്കരുത്. ഭൂമിയിലേക്ക് നേരെ വരുന്നതിന് 100%ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു.
അപ്പോൾ അങ്ങനെ അസ്യൂം ചെയ്തിട്ട് അതിൽ 51% ഭൂമിയിലേക്ക് എത്തുന്നു, അബ്സോർബ്ഡ് ബൈ ദി എർത്ത് ആൻഡ് റീച്ചസ് ഓൺ ദി എർത്ത് സർഫേസ് എത്തുന്നു. 35% എന്താ സംഭവിക്കുന്നവരോ റിഫ്ലക്റ്റഡ് ബൈ ദി അറ്റ്മോസ്ഫിയർ ലൈക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് ക്ലൗഡ്സ്. ഈ നമ്മുടെ അന്തരീക്ഷത്തിലെ മേഘങ്ങളുണ്ട്, പൊടിപടലങ്ങളുണ്ട്, അതിന്മേൽ തട്ടിയിട്ട് നേരെ തിരിച്ചന്നെ പോകും. We have no benefit. And the atmosphere, it has no benefit. Atmosphere no ഒരു ബെനിഫിറ്റും ഇല്ല. നേരെ that reflected and goes back to the outer space. Okay, or other segments. Okay. അപ്പോൾ നേരെ തിരിച്ചു പോകും. അപ്പോൾ ഭൂമിക്ക് തട്ടേ ഇല്ല, ഭൂമിയിൽ എത്തേ ഇല്ല. ഭൂമിയുടെ ഞാനും നിങ്ങളൊക്കെ നിൽക്കുന്ന ഈ ഭൗമോപരിതലത്തിൽ എത്തുകയേ ഇല്ല. പകരം എന്ത് ചെയ്യുന്ന പൊടിപടലങ്ങളിലും ക്ലൗഡ്സ് ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, then it reflected by the clouds and dusty particles, then goes back to the outer space. അതിൻ്റെ ഉപകാരം ആർക്കുമില്ല, അറ്റ്മോസ്ഫിയറിനോ എയർ സർഫേസിനോ ആർക്കുമില്ല, നേരെ അങ്ങോട്ട് തന്നെ പോകും. 35%. The remaining 14% that is absorbed by dust particles and clouds. The remaining 14% that is absorbed by dust particles and clouds. ഇനി ഒരു 14 ഉണ്ട്. 51 35 ആയിട്ടുണ്ടെങ്കിൽ 86. ഇനി ഒരു 14 ഉണ്ട്. ഈ 14 എന്താ ചെയ്യാറിയോ? Clouds and dust particles absorbed this remaining 14%. ബാക്കിയുള്ള 14% ആര് പിടിച്ചു വെക്കുന്നറിയോ? നമ്മുടെ ക്ലൗഡ്സ് ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് പിടിച്ചു വെക്കും. അത് പുറത്ത് വിടില്ല, പിടിച്ചു വെക്കും. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് അറ്റ്മോസ്ഫിയറിന് കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കിയേ ടോട്ടൽ എത്ര പെർസെൻറ്റേജാ? Total 100% of the insulations that comes towards the earth, but only 51% that is absorbed by the earth and reaches on the earth surface. എത്ര ശതമാനം ഭൂമിയിലേക്ക് എത്തുന്നുള്ളൂ? ഞാനും നിങ്ങളും നിൽക്കുന്ന ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നത് എത്ര ശതമാനം മാത്രമേ ഉള്ളൂ? only 51% that is absorbed by the earth and reaches on the earth surface. Okay, 51%. The remaining 35% that is reflected by the atmosphere or the dust particles and the clouds. ബാക്കിയുള്ള 35% എന്താ ചെയ്യാറിയോ? ഈ മേഘങ്ങളും പൊടിപടലങ്ങളും ഒക്കെ ഇല്ലേ ഇവിടെ, ഇതിമൊക്കെ തട്ടിയിട്ട് ഒറ്റ പോക്ക goes back to the outer space. We have no benefit and the atmosphere has no benefit. അതിനൊന്നും ഒരു ഗുണമില്ല. Then remaining 14% that is absorbed by dust particles and clouds. It is the beneficiary one for the atmosphere. നമുക്ക് കിട്ടും, അതിൻ്റെ ഗുണം കിട്ടും. എത്ര ശതമാനം? 14% എവിടെ വരുന്നുള്ളൂ? that is absorbed by clouds and dust particles. Okay, this is the heat budget. ഓക്കെ, അപ്പോൾ മൊത്തം 100% ഭൂമിക്ക് നേരെ വരുന്നതിന് നമുക്ക് 100% അസ്യൂം ചെയ്യാം. അതിൽ 51% that is absorbed by the earth and that reaches on the earth surface. Okay, 35% that reflected by the atmosphere and goes back to the outer space. We have no benefit. Then the remaining 14% that is absorbed by dust particles and clouds. They have the atmosphere is the beneficiary one for this 14%. Okay, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹീറ്റ് ബഡ്ജറ്റ് എന്ന് വിളിക്കുക. ഇനി ഇതിനകത്ത് വേറൊരു സംഭവം കൂടി പഠിക്കാണ്ട് നോക്കാം. അപ്പോൾ ഭൂമിയിലേക്ക് എത്ര മാത്രമേ ഉള്ളൂ? ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉപരിതലത്തിലേക്ക് എത്തുന്നത് എത്ര മാത്രമേ ഉള്ളൂ? ഞാനും നിങ്ങൾ നിൽക്കുന്ന ഈ ഫ്ലോറിലേക്ക് എത്തുന്നത് എത്ര മാത്രമേ ഉള്ളൂ? only 51% അല്ലേ? ഇനി ഈ 51% എന്താ സംഭവിക്കുന്നത് നോക്കാം. ഈ 51% ബെനിഫിറ്റ് പോലും നമുക്ക് കിട്ടുന്നില്ല, അതുപോലും കിട്ടുന്നില്ല. നോക്കിക്കോളൂ, അതിനകത്ത് എന്താ സംഭവിക്കുക നോക്കാം. ഇതിൽ 34% ഇതിലാട്ടോ, മറ്റേതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന 34, ഈ 51-ലെ 34, ഇതിൽ 34%
that is terrestrial radiation. Terrestrial radiation എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, that reflected by the earth and that it is the beneficiary one for the atmosphere. എന്നിട്ട് അതിങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കും, റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഭൂമിയിൽ അതിങ്ങനെ സ്പ്രെഡ് ചെയ്യും. എത്ര ശതമാനം? only 34% of the 51, that is terrestrial radiation, that is heated and rises up, then expands in the atmosphere. അത് ഇവിടെ ഇങ്ങനെ പരന്ന് നിൽക്കും, നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. മരങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും, മനുഷ്യന് കിട്ടും, മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ഈ 34ൻ്റെ കേട്ടോ, it is the beneficiary one for human beings and our atmosphere. Okay, then remaining 17%, ഇതിലൊരു 14 വാക്കില്ലേ, ഈ 17% എന്താ സംഭവിക്കാന്നറിയോ? That is the terrestrial radiation. It is in the form of terrestrial radiation, but one problem that is terrestrial radiation. പക്ഷെ നമുക്ക് അതിൻ്റെ എന്താ സംഭവിക്കാന്നുള്ളത്, ഇത് ടെറസ്ട്രിയൽ റേഡിയേഷൻ തന്നെയാണ്, ബെനിഫിറ്റ് കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. That is terrestrial radiation, but one condition that reflects and goes back towards the outer space. ഈ 17% ടെറസ്ട്രിയൽ റേഡിയേഷൻ ആയിട്ട് നേരെ ഔട്ടർ സ്പേസിലേക്ക് പോകും, ശൂന്യാകാശത്തേക്ക് പോകും. നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് മുഴുവനായിട്ടും കിട്ടും, പക്ഷേ എന്ത് ചെയ്യില്ല, കുറേ അങ്ങോട്ട് ഈ ഔട്ടർ സ്പേസിലേക്ക് പോകും. അപ്പോൾ നോക്കിയേ, ഇതാണ് ഈ രണ്ടും കൂടി ചേർന്നതാണ് ഈ 51. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇതെല്ലാം കൂടി ചേർന്നാണ് ഹീറ്റ് ബജറ്റ്. അപ്പോൾ നമ്മളെ ഭൂമിക്ക് എത്ര കിട്ടുന്നുണ്ട്? ഭൂമിയിലെ എർത്ത് സർഫേസിൽ എത്ര മാത്രമേ വരുന്നുള്ളൂ? only 51% that is absorbed by the earth or reaches on the earth surface. ഭൂമിയിൽ എത്തുന്ന എത്രയാണ്? 51% മാത്രമാണ് ഭൂമിയിൽ എത്തുന്നത്. Within the 51, the 34 that is terrestrial radiation, and the atmosphere it can enjoy the benefit of this terrestrial radiation because it is spread in the atmosphere. Okay, the remaining 17% is in the form of terrestrial radiation, but one problem that is goes back to the outer space. അത് എവിടേക്ക് പോകുന്ന അറിയോ? നേരെ ശൂന്യാകാശത്തേക്ക് പോകും. അതിൻ്റെ ബെനിഫിറ്റ് പരിപൂർണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ അറ്റ്മോസ്ഫിയറിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയൊക്കെ കിട്ടിയിട്ട് പോലും നമ്മുടെ അന്തരീക്ഷത്തിൽ എന്താണ്? ചൂടാണ് അല്ലേ? അപ്പോൾ മുഴുവൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താവും അവസ്ഥ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനകത്തുള്ള സംശയങ്ങൾക്കൊക്കെ നമ്മൾ പിന്നീട് ഇതിൻ്റെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യും.